ജയിലിൽ കിടന്ന അനീഷിനും അനുമോൾക്കും ഒരു ലോട്ടറി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലൈവിൽ അവിടെ വീട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് അവരെ മോചിപ്പിച്ചോളാൻ ബിഗ് ബോസ് പറഞ്ഞു. അത് അവർ ടാസ്കും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇന്ന് ഓൾറെഡി ഒരു മഴക്കോളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് തീർക്കുന്ന ഒരു ടാസ്ക് കൊടുത്തു. പക്ഷേ ഈ ടാസ്ക് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ടൈം എടുക്കുന്ന ടാസ്ക് ആയിരിക്കുമെന്ന്. പക്ഷേ അവർ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ലൈവിൽ അവരെ മോചിപ്പിച്ചോളാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ 3-4 പേർ ഒരുമിച്ച് എന്നാണ് ഇവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അനുമോൾ നേരെ ആര്യൻ്റെ കുടയിൽ കയറുന്നു. അനുമോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു, എങ്കിലും നിർബന്ധിച്ച് ആര്യൻ സ്വന്തം കുടയിൽ കയറ്റുന്നു. അത് കഴിഞ്ഞ് അനീഷ് കുടയിൽ കയറിയതാണ് വിറ്റ്. വൻ കോമഡി ആയിരുന്നു അവിടെ. അക്ബറിൻ്റെ കുടയിൽ അനീഷിനോട് കയറാൻ പറഞ്ഞു. അനീഷ് എന്ത് ചെയ്താൽ കയറില്ല. അനീഷിനെ നനഞ്ഞുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി പോകണം. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ടി വിയിൽ എഡിറ്റ് ചെയ്ത് മാസമായിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് മഴ നനഞ്ഞു കയറി വന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കണം ഞാൻ അക്ബറിൻ്റെ കുടയിൽ കയറുന്നില്ല, ഞാൻ നനഞ്ഞു വന്നോളാം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അക്ബർ നിർബന്ധിച്ച് ഇന്ന കയറിക്കും അനീഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കുട മാക്സിമം ചൂടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അനീഷ് എത്രത്തോളം നനയാൻ പറ്റുമോ അത്രത്തോളം നനഞ്ഞ് തന്നെയാണ് പോയത്. എന്തായാലും രണ്ടുപേരെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇന്നൊരു മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് ടാസ്ക് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇവർക്കും പങ്കെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇവർക്ക് ഇന്ന് പെട്ടെന്ന് തീരുന്ന ഒരു ടാസ്ക് കൊടുത്തത്. എന്തായാലും മഴ ആയതുകൊണ്ടും മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് ടാസ്ക് നടക്കുന്നതുകൊണ്ടും ഇവരെ രണ്ടുപേരെയും ജയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ മോചിപ്പിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.